ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിമ ചേച്ചിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. കുറേ നാളായി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫോണിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം എനിക്ക് ഇടാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാളുടെ പിറന്നാളായ കാരണം ആൾക്ക് നല്ലൊരു ഹാപ്പിനെസ് കൊടുക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ടുള്ള മനസ്സിലത്തെ ആഗ്രഹമാണ്. അപ്പോൾ ആളെയും കൊണ്ട് ഞാൻ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആൾക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാനായിട്ടുള്ള ശിവൻ്റെ അമ്പലത്തേക്ക് തന്നെ വടക്കുന്നാഥിലേക്ക് തന്നെ പോകാമെന്ന് പ്ലാൻ ഇട്ടു. ഇവിടുന്ന് പാലായനം ചെയ്യാം. ആനയൂട്ട് തുടങ്ങിയില്ലേ? അപ്പം ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് മസാല ദോശ നിർബന്ധമുള്ളൂ. ഏത് അമ്പലത്തിൽ പോയാലും ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ച് വയറ് ഫില്ലാക്കി നമ്മൾ പതുക്കെ ഈ തൃശ്ശൂരൊക്കെ കണ്ട് ഞാൻ ഇടയ്ക്ക് പോകാറുള്ളതാണ്. ആൾ കുറവാണ് തൃശ്ശൂർ ഏരിയയിലേക്ക് വരല്. അപ്പോൾ ആളെയും കൊണ്ട് മ്യൂസിയത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ പ്രീ ഷൂട്ട് ഇവിടെയായിരുന്നു. ഇവിടെ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടുണ്ട്, അതാണ് ഈ പോണ സ്ഥലം. ആൾക്ക് ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളെയും കൊണ്ട് ഇങ്ങനെ പോകണമെന്ന് ഞാൻ അന്നേ പ്ലാൻ ചെയ്തതാണ്. അത് ബർത്ത്ഡേക്ക് കൊണ്ടുപോകാൻ പറ്റിയപ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പിയായി. കാരണം എന്താണെങ്കിൽ നമ്മൾ ബർത്ത്ഡേ ദിവസം അവരുടെ ഒരു സ്പെഷ്യൽ ദിവസമാണ്. ആ ദിവസം അവർക്ക് എന്തെങ്കിലും മനസ്സറിഞ്ഞൊരു ഹാപ്പിനെസ് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഹാപ്പിനെസ് നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷമാണ്. അത് നമ്മുടെ സ്പെഷ്യൽ വ്യക്തികളാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലിയും കാമായിട്ടുള്ളൊരു സ്ഥലമാട്ടാ. നിമ്മ ചേച്ചിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടമാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് അറിയണ കാരണം ഞാൻ ഇവിടേക്ക് തന്നെ കൊണ്ടുപോയി. പക്ഷെ ഇതിലൊന്നല്ല ആൾ വീണത്. ആൾ ഈ ഗിഫ്റ്റ് കൊടുത്തതിലാണ് വീണത്. ഇത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു ആൾക്ക് കൊടുത്തതാണ്. ഇതെന്തിട്ടാ വെളിച്ചം കിട്ടില്ല, നീ അവിടെ ഇരുന്ന തുറന്നു നോക്കുമ്പോ അറിയാം.